പശ്ചിമ ബംഗാളിൽ ബി.ജെ.പി. നേടിയ വമ്പൻ വിജയത്തിന് പിന്നാലെ പാർട്ടിയെ നടുക്കിയ ഒരു കൊലപാതകം നടന്നിരിക്കുകയാണ്. പ്രമുഖ ബി.ജെ.പി. നേതാവ് സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് റായ് ആണ് വെടിയേറ്റ് മരിച്ചത്. നോർത്ത് 24 പർഗാനാസ് ജില്ലയിലെ മധ്യഗ്രാമിലായിരുന്നു ആക്രമണം. ബംഗാളിൽ മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ബി.ജെ.പി. നേതാവാണ് സുവേന്ദു അധികാരി. ബൈക്കിലെത്തിയ ആക്രമികൾ ചന്ദ്രനാഥ് റായ്ക്ക് നേരെ 2 തവണ വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കൂടെ ഉണ്ടായിരുന്ന ബുദ്ധദേവ് എന്നയാൾക്കും വെടിയേറ്റിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്നാരോപിച്ച് ബി.ജെ.പി. രംഗത്തെത്തി. ബി.ജെ.പി. പ്രവർത്തകർ എന്ന വ്യാജേന ചിലർ ആക്രമണങ്ങൾ നടത്താൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം ഉയർന്നിരുന്ന ദിവസമാണ് കൊലപാതകവും നടന്നത്. ഭവാനിപൂർ മണ്ഡലത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ 15,000-ലധികം വോട്ടുകൾക്കാണ് സുവേന്ദു അധികാരി പരാജയപ്പെടുത്തിയത്. തോറ്റിട്ടും മമതാ ബാനർജിക്ക് ജനവിധി അംഗീകരിക്കാനുള്ള മര്യാദയില്ല. തോൽവി സമ്മതിക്കുന്നതിന് പകരം എതിരാളികളെ ഉന്മൂലനം ചെയ്യാനാണ് മമതയുടെ ഗുണ്ടകൾ ശ്രമിച്ചത്. നോർത്ത് 24 പർഗാനാസിലെ മധ്യഗ്രാമിൽ പട്ടാപ്പകൽ ബൈക്കിലെത്തി വെടിയുതിർക്കാൻ ആക്രമികൾക്ക് ധൈര്യം ലഭിക്കുന്നത് ഭരണകൂടത്തിന്റെ ഒത്താശയോടെയാണ്. ഓസ്ട്രിയൻ നിർമ്മിത ഗ്ലോക്ക് പിസ്റ്റൾ പോലെയുള്ള ആധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഈ ക്രൂരകൃത്യം നടത്തിയതെന്നത് ഗൂഢാലോചനയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. ബംഗാളിൽ നിയമവാഴ്ച പൂർണ്ണമായും തകർന്നിരിക്കുന്നു. മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് പുറത്തായിട്ടും കെയർ ടേക്കർ ഭരണത്തിന് കീഴിൽ ബി.ജെ.പി. പ്രവർത്തകർ വേട്ടയാടപ്പെടുകയാണ്. സുവേന്ദു അധികാരിയുടെ വിശ്വസ്തനായ ചന്ദ്രനാഥ് റായിയെ ലക്ഷ്യം വെച്ചത് ബി.ജെ.പിയുടെ മനോവീര്യം തകർക്കാനാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന ഭവാനിപൂരിൽ മമത നേരിട്ട പതനം അവരെയും പാർട്ടിയെയും അക്രമാസക്തരാക്കിയിരിക്കുന്നു. സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബി.ജെ.പിക്ക് വൻ ഭൂരിപക്ഷം നൽകിയ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഈ കൊലപാതകം. ബി.ജെ.പിയുടെ വിജയാഘോഷങ്ങൾ പോലും തടസ്സപ്പെടുത്തുന്ന തൃണമൂൽ ഗുണ്ടകൾ ബംഗാളിനെ വീണ്ടും ചോരക്കളമാക്കുകയാണ്. വരും ദിവസങ്ങളിൽ ബി.ജെ.പി. സർക്കാർ അധികാരമേൽക്കുന്നതോടെ ഇത്തരം അക്രമികൾക്കും അവർക്ക് തണലേകുന്ന രാഷ്ട്രീയ യജമാനന്മാർക്കും അർഹമായ ശിക്ഷ ലഭിക്കുമെന്നതിൽ സംശയമില്ല. പുതിയ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി.